ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്നുണ്ട് എല്ലാവർക്കും വിശേഷം. ഇന്നാണെങ്കിൽ ഒരു സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ മോർണിംഗ് ആണ്. സാധാരണ സാറ്റർഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാനുള്ള എൻ്റെ മടി ഞാൻ എൻജോയ് ചെയ്യുന്ന ദിവസമാണ് സാറ്റർഡേ മോർണിംഗ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഉറക്കവുമായി മല്ലിട്ട് രാവിലെ എണീറ്റ് പോകുന്നത് ഷെഫീൽഡിലോട്ടാണ്. കാരണം ഇന്നിപ്പോൾ ഞങ്ങൾ UK വന്നിട്ട് 2 വർഷമായി. കറക്റ്റ് 2 വർഷമായി. 2022 സെപ്റ്റംബർ 7 കേട്ടോ ഞങ്ങൾ ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ വന്നിറങ്ങിയത്. അപ്പോൾ പതുക്കെ നൊക്ലാച്ചി അയവിറക്കാൻ വേണ്ടി ഷെഫീൽഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഷെഫീൽഡ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കൂടെ കൂടിക്കും. ഇന്നത്തെ ക്ലൈമറ്റ് വളരെ മോശമാണ് കേട്ടോ. ഇപ്പം ഈ തവണ സണ്ണി ഡേയ്സ് അധികം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പകുതി ഉത്സാഹം പോകും. എന്നാലും നമുക്ക് പോകാം. ഇപ്പോൾ ഷെഫീൽഡിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റി തന്നെ കേട്ടോ. കാരണം ഫീസ് മറ്റേത് യൂണിവേഴ്സിറ്റി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് വരുന്ന ഒരു ഏരിയ, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസ് ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലമാണ് ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ UK ഗ്രീൻ സിറ്റിയാണ് ഷെഫീൽഡ് എന്ന് പറയുന്നത്. സ്റ്റീൽ സിറ്റി ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ടും ഗ്രീൻ സിറ്റി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. 5th ലാർജസ്റ്റ് സിറ്റി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിയാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണ്. പക്ഷെ ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര ഒരു മോശം ക്ലൈമറ്റ് ആയിപ്പോയി, മൂടി കെട്ടി നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ഷെഫീൽഡ് എത്തി. നമുക്കൊരു 1 hour ഡ്രൈവാണ് ഡെർബിയിൽ നിന്ന് ഷെഫീൽഡിലോട്ടുണ്ടായിരുന്നത്. UK എല്ലാ സിറ്റികളിലും നമ്മൾ മെയിനായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം വണ്ടി അവിടെ പാർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഡെഫിനറ്റ് ആയിട്ട് ഒരു പേ ആൻഡ് പാർക്ക് എടുത്ത് തന്നെയാണ് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ഒരു പേ ആൻഡ് പാർക്കിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു. അമൽ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവനെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഷെഫീൽഡിലേക്ക് ഇന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് കേരള റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ പോന്നു കഴിഞ്ഞ് പിന്നെ നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റുകളോട് ഭയങ്കര ഒരു ഇഷ്ടം കൂടുതലാണ് കേട്ടോ. എവിടെ മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും നോക്കി പിടിച്ച് പോവാന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മെയിൻ പരിപാടിയാണ്. അപ്പോൾ ഷെഫീൽഡിൽ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് ഗ്രാൻഡ് കേരള ഷെഫീൽഡിൽ വന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഉദ്ദേശം റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു. പൊറോട്ടയും 2-3 കറികളും പറഞ്ഞാലോ? എനിക്ക് പുതിച്ചോറ് വേണോ അല്ലെങ്കിൽ ചട്ടിച്ചോറ് വേണോ? അത് പറഞ്ഞു. അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും 2-3 ആഴ്ചയായിട്ട് പറയാം. അതല്ല നല്ലത്. കാരണം ഞാൻ മിന്നാന്ന് ബിരിയാണി കഴിച്ചാൽ എനിക്ക് ബിരിയാണി കാണുന്നില്ല. പാൽക്കപ്പ് പറയുന്നത് കപ്പാണ്ടോ? കപ്പ സുഖമാണ്. തേങ്ങാപ്പാൽ വെച്ചിട്ട് അതുണ്ട്. പിന്നെ ഇതുണ്ട് 50 കോഴി ഉണ്ട്. ഒരു സ്പെഷ്യൽ ചട്ടിച്ചോറ്, മറ്റേ ചിക്കൻ ഏതാ ഉള്ളത്? ചിക്കൻ റോസ്റ്റ്. നാടൻ മറ്റേ അച്ചായനാണോ ഉള്ളത്, ചിക്കൻ റോസ്റ്റ് ആണോ ഉള്ളത്? രണ്ടുണ്ടോ? ഏതാണ്ട് അച്ചായൻ വേണോ ചിക്കൻ റോസ്റ്റ് ആണോ? അച്ചായൻ ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറി, പിന്നെ ഒരു ബീഫ് ഫ്രൈ, കോക്കനട്ട് ഫ്രൈ, അത് എരിവ് കൂട്ടിയെടുത്തു. പിന്നെ ഒരു സെറ്റ് പൊറോട്ട, ഒരു സെറ്റ് അപ്പം, 2 എടുത്തോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാമല്ലോ. പിന്നെ ഒരു ഷാർജ ഷേക്കും പിന്നെ ഒരു പുളിപ്പ് സർബത്ത്. ഒരു ഡാർക്ക് തീമിലാട്ടോ ഇവർ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ രസമുണ്ട്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. നമ്മുടെ ഫുഡൊക്കെ വന്ന് ടേബിളിൽ നിറഞ്ഞു. ഈ നാട്ടിൽ നിന്ന് പോകുന്നേ പിന്നെ ഒരുപാട് കറികൾ കൂട്ടി ചോറുണ്ടെന്നത് റെയറായിട്ട് നടക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിന്ന് പൊതിച്ചോറ് അല്ലെങ്കിൽ ചട്ടിച്ചോറ് കഴിക്കണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് വന്നത്. നല്ല ചൂടാണ്, അതുകൊണ്ട് അകത്തേക്ക് കൈയിടാൻ പറ്റുന്നില്ല. ഇതിനകത്ത്
ചോറ്, തോരൻ, ഒരു അവിയലുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, അച്ചാറുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ കൊണ്ടാട്ടമുളകുണ്ട്, ഒരു ഓംലെറ്റ്, പിന്നെ മോരുകൂട്ടാനുണ്ട്, സാമ്പാറുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരാൻ വളരെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കാരണം എനിക്ക് ആദ്യത്തെ ഒരു ആവേശം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. ഒരാവേശത്തിന് ഞാൻ ചട്ടിച്ചോറൊക്കെ വാങ്ങിച്ചു. പക്ഷെ അതിൻ്റെ പകുതി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വയറ് ഫുള്ളായി. പിന്നെ അത് എല്ലാ തവണത്തെയും പോലെ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ചുമ്മാ ടൗണിലൊന്ന് കറങ്ങി നടക്കുക എന്നുള്ളതാണ്. ഷെഫീൽഡ് സിറ്റി കൗൺസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് കേട്ടോ ഈ ഒരു ബസ് സർവീസ് എന്ന് പറയുന്നത്. ഫ്രീ ഷട്ടില് ബസ് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് ഈ സിറ്റിയുടെ ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട് ഉള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിന്റെ ഒരു റൂട്ട് മാപ്പാണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പം ഈ ഗ്രീൻ റൂട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. 7 to 8 മിനിറ്റിൽ എപ്പോഴും ബസ് സർവീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഷെഫീൽഡിൽ വരുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സർവീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കും. Hi, are you alright? Oh, no, so bad. Cheers. Cheers, mate. കുറച്ചു കാലേ ആയിട്ടുള്ളൂ കേട്ടോ ഷെഫീൽഡ് സിറ്റി കൗൺസിൽ ഇങ്ങനെ ഒരു ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ബസ് സർവീസിന്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വരുന്നവർക്കാണ്. കാരണം നമ്മൾ വരുന്ന ആദ്യത്തെ വർഷങ്ങളിലൊന്നും പെട്ടെന്നൊരു കാർ എടുക്കുകയോ ഒന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ നമ്മുടെ അക്കോമഡേഷന്റെ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇന്റർചേഞ്ചുകളിലേക്ക് മീൻസ് റെയിൽവേ സ്റ്റേഷനിലേക്കോ ബസ് സ്റ്റേഷനിലേക്കൊക്കെ പോകാനൊക്കെ ഇങ്ങനെയൊരു സർവീസ് ഉള്ളത് നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ മൂർ മാർക്കറ്റിന്റെ ഏരിയയിൽ ബസ് ഇറങ്ങിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിസരത്ത് കാണുന്നതെല്ലാം യൂണിവേഴ്സിറ്റിയുടെ തന്നെ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ലിറ്ററലി ഷെഫീൽഡിൽ 2 യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡും. ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിറ്റി സെന്ററിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആക്സസിബിൾ ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റീസ് ആണ്. കാരണം സിറ്റി സെന്ററിലേക്ക് പോകാനായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായാലും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഷെഫീൽഡ് തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ ഏരിയയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ കുറച്ചും കൂടെ ആക്സസ് കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ എന്റെ ഈ ബാക്കിൽ കാണുന്നതാണ് ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയുടെ ഓവൻ ബിൽഡിംഗ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഷെഫീൽഡിൽ പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ബിൽഡിങ്സ് പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ്. പക്ഷെ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഓവൻ ബിൽഡിംഗ്. മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റി. പിന്നെ അതുപോലെ തന്നെ UK ഏത് യൂണിവേഴ്സിറ്റി വെച്ച് കമ്പയർ ചെയ്താലും ഫീസിന്റെ കാര്യത്തിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് കൂടുതലും മലയാളി സ്റ്റുഡൻസിനൊക്കെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നതെന്ന്. പിന്നെ നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ എത്രത്തോളം അത് എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ക്ലാസ്സിലൊക്കെ ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ട് ആകെ ഉണ്ടായിരുന്നത് നൈജീരിയൻസ് മാത്രമാണ്. ബാക്കിയെല്ലാം മലയാളീസും ഇന്ത്യൻസും ഒക്കെ തന്നെയായിരുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഒരു 50-500 പേര് അല്ലെങ്കിൽ ഒക്കെയുള്ളൊരു ടീമിനെ 15 പേരുടെ പല ബാച്ചുകളായിട്ട് അവർ ഡിവൈഡ് ചെയ്ത് ക്ലാസ്സുകൾ നടത്തുന്നത്. അപ്പോൾ ആ ഡിവൈഡ് ചെയ്യുന്ന ഓരോ ബാച്ചിലും ഓൾമോസ്റ്റ് നേറ്റീവ്സിനെ തന്നെ ഇടാനായിട്ട് ഒരേ ഏരിയയിൽ നിന്നുള്ളവരെ തന്നെ ഇടാനായിട്ട് അവർ നോക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് ഒരുപാട് എമൗണ്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നമുക്കൊരു PG ഒരു മാസ്റ്റേഴ്സ് എടുത്ത് പോകാനായിട്ട് പറ്റുന്നൊരു യൂണിവേഴ്സിറ്റിയാണിത്. ഇന്ന് സെപ്റ്റംബർ 7 കൃത്യം 2 വർഷം മുന്നേ സെപ്റ്റംബർ 7 ഞങ്ങൾ കൃത്യം ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് മാനത്തോട്ട് നോക്കി വന്നത്. ഷെഫീൽഡിൽ വന്നിറങ്ങി എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, അങ്ങനെ വന്നിരുന്നൊരു സ്ഥലമാണിത്. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് ഞങ്ങൾ ഞെക്കളച്ച അരി വറക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാട്ടോ. യൂണിവേഴ്സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് മില്ലേനിയം ഗാലറി എന്ന് പറഞ്ഞൊരു ഗാലറി ഉണ്ട്. അതിന്റെ സൈഡിലായിട്ട് ചെറിയൊരു ഗാർഡൻ ഏരിയ ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു കാഴ്ചയാണ്. ബാ, ഇവിടെ ഉള്ളത്. പക്ഷെ എല്ലാ വർഷവും ഇതിനകത്ത് നിറയെ ആപ്പിൾ ഉണ്ടാകാറുണ്ട്. ഞാനിവിടെ വന്ന് കണ്ടിട്ടുള്ള എല്ലാ വർഷവും ഉണ്ട്. ഇത് 3-ാമത്തെ വർഷമാണ്. ഞങ്ങൾ വന്ന വർഷം നല്ലപോലെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ചെറിയ ആപ്പിളാണ്,
പക്ഷെ അത്യാവശ്യം നല്ലതാട്ടോ. സാധാരണ ഞങ്ങള് പറ്റുമ്പോഴൊക്കെ ഇവിടെ ഒന്ന് പറിക്കാറുണ്ട്. നമുക്കങ്ങനെ വേണമെങ്കിൽ പറിച്ച് കഴിക്കാം എന്നല്ലാതെ അങ്ങനെ പറിച്ചോണ്ട് പോകുന്ന നന്നായിട്ട് അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നിറയെ ആപ്പിളുണ്ട്. ഒരു ചെറിയ കുഞ്ഞ് ചെറിയ മരമാണെങ്കിലും അതിനകത്ത് നിറയെ ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മൊത്തം ചാടി വീണ് പോകുന്നത്. ഷെഫീൽഡ് സിറ്റിയുടെ മെയിൻ ഒരു അട്രാക്ഷനാണ് മില്ലേനിയം ഗാലറി. ഇത് 2001 ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. ഇങ്ങോട്ടുള്ള എൻട്രി എപ്പോഴും ഫ്രീ ആണ് കേട്ടോ. ഷെഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മെറ്റൽ സിറ്റി അല്ലെങ്കിൽ സ്റ്റീൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഷെഫീൽഡുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ കാണാനായിട്ട് പറ്റും. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, കൾച്ചർ, ആർട്ട്, മെറ്റൽ വർക്ക്, അങ്ങനെ പലതിനെയും ഈ ഒരു ഗാലറി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പല ടൈപ്പിലുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസും ഇതിന്റെ അകത്ത് വെച്ച് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ഗ്രീൻ ഹൗസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന പല ടൈപ്പ് ഓഫ് ചെടികളുമാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ നേച്ചറിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. യൂഷ്വലി സമ്മർ സീസണുകളിൽ ഇവിടെ ഒരു നോർമൽ ക്ലൈമറ്റും അതുപോലെ തന്നെ വിന്ററിൽ പുറത്ത് മഞ്ഞൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതിന്റെ അകത്ത് എപ്പോഴും ഒരു വാമായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഇവിടെ ഒരുപാട് പേര് വന്ന് റെസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പീസ് ഗാർഡന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ മില്ലേനിയം ഗാലറി വരുന്നത്. പീസ് ഗാർഡൻ എന്ന് പറയുന്നത് ഷെഫീൽഡിന്റെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ്. കാരണം പല കൾച്ചറൽ ഫെസ്റ്റിവലും പീസ് ഗാർഡനിൽ വെച്ച് നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് മില്ലേനിയം ഗാലറി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ വളരുന്ന പല ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഞാൻ ഒരു തവണ വന്നപ്പോൾ വാഴ കണ്ടിട്ടുണ്ട്. പിന്നെ ബാംബൂസ് ഒത്തിരി ഇവിടെ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഇവരിവിടെ പ്രൊട്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പതുക്കെ മില്ലേനിയം ഗാലറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കുറച്ച് നേരം ഞങ്ങൾ പീസ് ഗാർഡനിലൊക്കെ റെസ്റ്റ് ചെയ്തു. ഇനി മൂർ മാർക്കറ്റ് ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. മൂർ മാർക്കറ്റ് ഞങ്ങൾ പോയി, പക്ഷെ അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഒരുപാട് ക്രൗഡായിരുന്നു അവിടെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു വീഡിയോ എടുക്കാന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വീഡിയോ എടുക്കുന്നത് ഒഴിവാക്കി. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കലാപരിപാടി ഞങ്ങൾ ഇത്രയും കൊണ്ട് അവസാനിപ്പിച്ചു. കാരണം ഞങ്ങൾ അത് കഴിഞ്ഞ് ജസ്റ്റ് മൂർ മാർക്കറ്റിലൊന്ന് പോയി. അവിടുത്തെ വീഡിയോ എടുക്കാത്തതിന് കാരണം ഇന്ന് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് നല്ല ക്രൗഡായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പം വെറുതെ മറ്റുള്ളവരുടെ പ്രൈവസിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ അതൊന്നും വീഡിയോയിൽ എടുക്കാതിരുന്നത്. ശരിക്കും ടയേർഡായി കുറച്ചധികം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ ഇനിയിപ്പോ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.